Here we are discussing about representation of integers in computer memory. There are three methods. 1. Sign and magnitude. 2. 1's complement. 3. 2's complement. Here we are using 23 plus 23 and minus 23 as the examples. First, we have to find out the binary of 23. It is 1 0 1 1 1. In the case of sign and magnitude method, first bit, that is the MSB, denotes for the sign, and the next 7 bits indicates the magnitude. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സിന് സൈൻ ബിറ്റ് 0 ആണ്, നെഗറ്റീവ് നമ്പേഴ്സിന് സൈൻ ബിറ്റ് 1 ആണ് എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. അത് എഴുതിയതിന് ശേഷം 23യുടെ ബൈനറിനെ 7 ബിറ്റ് ഫോമിലേക്ക് ആക്കി വെക്കുന്നു. 5 ബിറ്റ് ഇവിടെ ഉള്ളൂ 1011 എന്ന് പറയുമ്പോൾ അതിന്റെ മുന്നിൽ 2 സീറോസും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ +23 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 0 0 0 1 0 1 1 -23യോ 1 0 0 1 0 1 സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിന്റെ ലോജിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ബിറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സൈൻ ബിറ്റ് ആൻഡ് ദ റിമൈനിങ് 7 ബിറ്റ് ഇൻഡിക്കേറ്റ്സ് ദ മാഗ്നിറ്റ്യൂഡ്. പോസിറ്റീവ് നമ്പർ ആണ് എങ്കിൽ സൈൻ ബിറ്റ് 0 ആണ്, നെഗറ്റീവ് നമ്പറിന് സൈൻ ബിറ്റ് 1 ആണ്. നെക്സ്റ്റ് വൺസ് കോംപ്ലിമെന്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ബൈനറി എഴുതുന്നു. ബൈനറി എഴുതിയതിനു ശേഷം അതിനെ 8 ബിറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. വേറൊന്നുമില്ല, 8 ബിറ്റ് തികഞ്ഞില്ലെങ്കിൽ മുന്നിൽ സീറോസ് ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ 1 0 1 ആണ്, 5 ബിറ്റേ ഉള്ളൂ. അപ്പൊ അതിന്റെ മുന്നിൽ 3 സീറോസ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. പോസിറ്റീവ് നമ്പർ ആണ് എങ്കിൽ ഇത്രയും ചെയ്താൽ മതിയാവും. അതായത് 8 ബിറ്റ് ഫോം ഓഫ് ബൈനറി ഇക്വലന്റ് ഓഫ് ദാറ്റ് നമ്പർ. അതേസമയം നെഗറ്റീവ് നമ്പർ ആണ് എങ്കിൽ 8 ബിറ്റ് ഫോമിലെ ബൈനറി ഇക്വലന്റിനെ നമ്മൾ ഓരോ സീറോസിനെയും വൺസ് ആയിട്ടും വൺസിനെ സീറോസ് ആയിട്ടും കൺവേർട്ട് ചെയ്യണം. ഉൾട്ടാക്കുക, റിവേഴ്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ -23യുടെ വൺസ് കോംപ്ലിമെന്റ് വന്നത് നോക്കിയേ, 1 0 1 0 0 0. മനസ്സിലായോ? അതായത് 0 1 0 1 ആയിരുന്നു വൺസ് കോംപ്ലിമെന്റ് +23യുടേത്, അതായത് 8 ബിറ്റ് ഫോം. ആ സംഭവത്തിനെ നേരെ റിവേഴ്സ് ആക്കി 1 0 1 0 0. ഇനി 2's കോംപ്ലിമെന്റ് നോക്കി, ഒരു പോസിറ്റീവ് നമ്പർ ആണ് എങ്കിൽ നമ്മുടെ 8 ബിറ്റ് ഫോം എഴുതിയാൽ മതി, വേറെ ഒന്നുമില്ല, 8 ബിറ്റ് ഫോം എഴുതിയാൽ മതി ആ നമ്പറിന്റെ. അതേസമയം നെഗറ്റീവ് നമ്പറിന്റെ 2's കോംപ്ലിമെന്റ് ആണ് എങ്കിൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വൺസ് കോംപ്ലിമെന്റ് നമ്മൾ കണ്ടതിന് ശേഷം ആ വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പൊ വൺസ് കോംപ്ലിമെന്റ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവച്ചിട്ടുണ്ട്, 1 0 1 0 0. അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1 0 1 0 0 1. അപ്പോൾ -23യുടെ 2's കോംപ്ലിമെന്റും ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്റീജേഴ്സിന് റെപ്രസെന്റ് ചെയ്യുന്ന രീതികൾ. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് ഉണ്ട്, വൺസ് കോംപ്ലിമെന്റ് ഉണ്ട്, 2's കോംപ്ലിമെന്റ് ഉണ്ട്. ഒരേ നമ്പേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഇത് മൂന്നും കാണിച്ചേക്കുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ മറ്റ് നമ്പേഴ്സും കൂടി ഒന്ന് ചെയ്തു നോക്കുക.